मिट गई मन की सभी चाह, आप मिले मिट गई मन की सभी चाह, खुशियों के गीत मिले मिटी आह आह, प्यास बुझी पाए हैं सागर अथाह, प्यास बुझी पाए हैं सागर अथाह, वाह बाबा वाह वाह बाबा वाह, वाह बाबा वाह वाह बाबा वाह, 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 बाबा वाह। चुन चुन के मोती बनाई है माला, नैनों में अपने है हमको संभाला, चुन चुन के मोती बनाई है माला, नैनों में अपने है हमको संभाला, पलकों में प्रभु के है पाए पन्हा, पलकों में प्रभु के है पाए पन्हा, वाह बाबा वाह वाह बाबा वाह, वाह बाबा वाह वाह बाबा वाह, बाबा वाह, बाबा वाह। ओम शांति। ബാബയുടെ ബ്രഹ്മബാബയുടെ ജീവചരിതത്തിൻ്റെ 2ാം ഭാഗത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇന്നലെ കേട്ട ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. അതിൽ വിശ്വവിദ്യാലയം എന്നത് യൂണിവേഴ്സിറ്റി എന്ന വാക്ക്, അത് തമ്മിലുള്ള കണക്ഷൻ കാരണം വിശ്വവിദ്യാലയം എന്നുള്ള ഹിന്ദി വാക്കാണ്, അതിന് ഇംഗ്ലീഷിലാക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സാധാരണ ലോകത്തിലെ യൂണിവേഴ്സിറ്റി സർവകലാശാല കമ്മീഷൻ അവിടെ നിന്ന് എതിർപ്പ് വന്നു, നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല, അത് കേവലം ഫോർമൽ എഡ്യൂക്കേഷൻ നൽകുന്ന വിശ്വവിദ്യാലയം സർവകലാശാലകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അതിന് ബാബ നമ്മുടെ യജ്ഞത്തിൽ എന്തുകൊണ്ടാണ് വിശ്വവിദ്യാലയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള നിവേദനം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് കൊടുത്തു. അതാണ് ഇന്നലെ നമ്മൾ കേട്ടത്. അപ്പം അതിന് അവിടെ നിന്ന് എന്താണ് മറുപടി വന്നത് എന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബാബയ്ക്ക് നിർദ്ദേശാനുസാര, ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് കത്ത് കൊടുത്തു. മുഖ്യ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മുഖ്യ VIPസിനെല്ലാം ലെറ്ററിൻ്റെ കോപ്പി കൊടുത്തു. ദിവസങ്ങളോളം ലെറ്ററുകൾ കൊടുക്കുക, അതിന് മറുപടി, ഇത് നടന്നുകൊണ്ടേയിരുന്നു. അവസാനം ഗ്രാൻഡ് കമ്മീഷനിൽ നിന്ന്, യൂണിവേഴ്സിറ്റി കമ്മീഷനിൽ നിന്ന് ഒരു ലെറ്റർ വന്നു. അതിൽ അവരിപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വവിദ്യാലയം എന്ന പ്രയോഗം ചെയ്യുന്നതിന് തടസ്സമില്ല, പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്ന വാക്ക് ഉപയോഗിക്കരുത്. നമ്മൾ വിശ്വം മുഴുവനുള്ള വിദ്യാലയം എന്ന രീതിയിലാണ് വിശ്വവിദ്യാലയം എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനെ ഇംഗ്ലീഷിലേക്ക് എടുക്കുമ്പോൾ എന്താകും, യൂണിവേഴ്സിറ്റി എന്ന് വരും, യൂണിവേഴ്സൽ മുഴുവൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മറുപടി വന്നു. तब हमने उन्हें ये भी लिखा था कि जब हिंदी में हम विश्वविद्यालय का शब्द का प्रयोग कर सकते हैं. അപ്പോൾ വീണ്ടും മറുപടി നൽകി, വിശ്വവിദ്യാലയം എന്ന് ഹിന്ദിയിൽ ഉപയോഗിക്കാമെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണല്ലോ യൂണിവേഴ്സിറ്റി.
ആ വാക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. हमने उन्हें ये भी लिखा था कि ये ईश्वरी विश्वविद्यालय. കാരണം ഞങ്ങൾ ഈ പോയിൻറ്റും കൂടി ബാബ എഴുതാൻ പറഞ്ഞു. അതായത് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയം വിശ്വം മുഴുവനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, മുഴുവൻ ലോകത്തിന് വേണ്ടിയിട്ടാണ്. और हमारा लक्ष्य भी ये ईश्वरीय ज्ञान विज्ञान समस्त विश्व के लोगों तक पहुँचाना है. ഞങ്ങളുടെ ലക്ഷ്യവും ഈ ഈശ്വരീയ ജ്ഞാനം മുഴുവൻ വിശ്വത്തിൽ, ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും മാർഗം മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരിലും എത്തിക്കണമെന്നാണ്. വിദേശങ്ങളിൽ ഈ വിശ്വവിദ്യാലയം പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് വിശ്വവിദ്യാലയം എന്ന വാക്ക് എഴുതുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അവർക്ക് ഇംഗ്ലീഷിൽ യൂണിവേഴ്സിറ്റി എന്ന വേർഡ് തന്നെയല്ലേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. फिर ऐसी संभव नहीं मालूम होता कि हम विश्वविद्यालय और यूनिवर्सिटी इन दोनों शब्दों को छोड़कर. പിന്നെ വീണ്ടും അടുത്ത ഒരു സജഷൻ വന്നു, വിശ്വവിദ്യാലയം, യൂണിവേഴ്സിറ്റി ഈ രണ്ട് വാക്കുകൾക്കും പകരം ഗോഡ്ലി യൂണിവേഴ്സിറ്റി എന്ന് ഉപയോഗിക്കാം. വെറും യൂണിവേഴ്സിറ്റി എന്ന് പറയണ്ട. അപ്പോൾ ഗോഡ്ലി യൂണിവേഴ്സിറ്റി എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സർവകലാശാല അധികൃതർക്ക് അതിൽ എതിർപ്പ് വരാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ ഈശ്വരീയ ജ്ഞാനവും ആധ്യാത്മിക ദൃഷ്ടികോണിലുള്ള വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് സുവ്യക്തമാണല്ലോ ആ പേരിൽ. इससे किसी प्रकार की भ्रांति की संभावना हो नहीं रही. तो इस प्रकार के और भी बहुत से तथ्य आए के ध्यान में. ഇങ്ങനെ പലതരത്തിലുള്ള യുക്തികളും നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചു. അവസാനം അവിടെ നിന്ന് ഈ മറുപടി വന്നു, यदि संसद इस विषय संबंधी कानून में कुछ परिवर्तन करे तभी इसकी स्वीकृति दी जा सकती है. ഇത് നിയമസഭയിൽ, പാർലമെൻറ്റിലെല്ലാം ഇതിനെക്കുറിച്ച് എന്താണോ നിയമം നിർമ്മിക്കപ്പെടുന്നത് ആ നിയമനിർമ്മാണം നോക്കിയതിന് ശേഷം ഇതിൻ്റെ തീരുമാനം പറയാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ജബ് കവി ഇസ് പ്രകാർ കി വൃത്താന്ത് ഘടിത് ഹോത്തേ തേ. അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഇപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള കത്തിടപാടുകൾ നടക്കുന്ന സമയത്തെല്ലാം ബാബ ഇസ് വിഷയം സംബന്ധി അധികാരിയും കോ മിൽത്തേ രഹന ചെയ്യേ. ബാബ പറയുമായിരുന്നു, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ കണ്ടുകൊണ്ടേയിരിക്കണം, വിടാൻ പാടില്ല പറയുമായിരുന്നു ബ്രഹ്മബാബ. നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്തേക്ക് പോകണം. നമ്മുടെ പോയിന്റുകൾ സമർത്ഥിക്കുന്ന തരത്തിലുള്ള ലെറ്ററുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ലക്ഷ്യപ്രാപ്തിക്ക് ലിയേ സതത് പുരുഷാരത് കർത്തേ ഹി രഹന ചെയ്യേ. ബാബ പറയുമായിരുന്നു, ലക്ഷ്യം നേടിയെടുക്കും വരയ്ക്കും അതിനനുസരിച്ച് കഠിനമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേ പോകണം. ക്യോങ്കി ഏക വ്യക്തിക്ക് സ്ഥാൻ പർ. കാരണം ബാബ പറയുമായിരുന്നു, ബ്രഹ്മബാബ, ഒരു വ്യക്തി ഇരിക്കുന്ന സീറ്റിൽ അവർ ട്രാൻസ്ഫറായി രണ്ടാമത്തെ വ്യക്തി വന്നാൽ നിങ്ങളുടെ കാര്യത്തിന് ചിലപ്പോൾ രണ്ടാമത് വന്ന ആൾക്ക് ആളിനേക്കാളും ഇത് കുറച്ചും കൂടെ മഹത്വപൂർണ്ണമായ ഒരു കാര്യമാണെന്ന് ചിലപ്പോൾ അവർ മനസ്സിലാക്കും. അപ്പം അവരുടെ വ്യക്തിയുടെ മനോഭാവം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാര്യത്തെ ചിലപ്പം വേഗം സ്വീകരിക്കും, കാര്യം വേഗം നടക്കും. അതുകൊണ്ട് നിങ്ങൾ കാര്യം നേടിയെടുക്കും വരയ്ക്കും ഓഫീസിൽ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കണം എന്ന് പറയായിരുന്നു ബാബ. तो बाबा ये भी कहा करते कि ऐसा तो होगा. കാരണം നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ, ഓഹോ ഒരു കാര്യത്തിന് വേണ്ടി എത്ര തവണയെ കയറി ഇറങ്ങാം, ഇവരെത്രയും നടത്തിക്കുക. പക്ഷേ ബാബ പുരുഷാർത്ഥം വിടാൻ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം, ലക്ഷ്യത്തിലെത്തും വരയ്ക്കും പ്രയത്നിക്കണം. ये सरकार आपकी बातों को नहीं सुनेगी क्योंकि इन्हें धर्म का ज्ञान. ചിലപ്പോൾ ബാബ ഇതും പറയും, ഈ സർക്കാരിന് ധാർമ്മിക കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത സർക്കാരാണ്, അപ്പോഴും അതിനെ സ്വീകരിക്കില്ല അവർക്ക്. കാരണം ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമേ ഇല്ല. ജനാധിപത്യം കാരണം വ്യക്തികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യവുമില്ല.
परंतु फिर भी ആ पर्सों को चाहिए कि ആ പൈസ പക്ഷേ ബാബ പറയും എന്നിരുന്നാലും ജനാധിപത്യ രാജ്യമാണ്, ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, ചില സർക്കാരുകൾ അല്പം പോലും ധാർമ്മികതയുടെ ഭാഗത്തല്ല, എന്നാലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സർക്കാർ അധികാരികളെ കണ്ടുകൊണ്ടേയിരിക്കണം, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അവരുമായി കത്തിടപാട് നടത്തിക്കൊണ്ടേയിരിക്കണം, അവർക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പുസ്തകങ്ങളും പരിചയവും നൽകിക്കൊണ്ടേയിരിക്കണം. കാര്യം നടന്നില്ലയോ, പക്ഷേ എഫർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയും ബാബ. കൂട്ടത്തിൽ അവർക്ക് ബാബയുടെ സന്ദേശവും നൽകിക്കൊണ്ടിരിക്കണം. क्योंकि इससे कम से कम उन अधिकारियों को तथा अन्य सरकारी ഇപ്പോൾ ബാബ അതിൻ്റെ പിന്നിലെ മംഗളത്തെക്കുറിച്ച് പറയുകയാണ്. ശരി, നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി കയറി ഇറങ്ങിയോ ആ കാര്യം നടന്നില്ലയോ? നിങ്ങൾ എത്ര തവണ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നു, എത്ര ഓഫീസർമാരെ മീറ്റ് ചെയ്യണോ? അതിൽ രാഷ്ട്ര നേതാക്കന്മാരാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അത്രയും പേർക്ക് ഈശ്വരീയ സന്ദേശം, ഈശ്വരീയ പരിചയം നിങ്ങൾക്ക് നൽകാമല്ലോ. അപ്പോൾ ബാബ പറയുന്ന ആ സേവനം നടക്കുമല്ലോ അവരുടെ, അവർക്കും ബാബയുടെ സന്ദേശം കൊടുക്കണ്ടേ? ആ സേവ ചെയ്യാമല്ലോ. നിങ്ങളുടെ കാര്യം നടന്നില്ലെങ്കിലും ബാബ പറയണേ എത്ര തവണ കയറി ഇറങ്ങുന്നു അത്രയും തവണ അവർക്ക് ബാബയുടെ പരിചയം കൊടുക്കൂ, പുസ്തകങ്ങൾ കൊടുക്കൂ, അവർക്ക് വിശ്വവിദ്യാലയത്തെക്കുറിച്ച് അവരോട് ഷെയർ ചെയ്യൂ. ഈ മാമലെ കൈ ബാർ ഇൻ സർക്കാരി അധികാരിയും और कर्मचारियों तक. അപ്പോൾ ജ്യോതിഷ്വായി പറയണേ ഇപ്രകാരം, ഈ ഒരൊറ്റ വിഷയത്തിൽ തന്നെ എത്രയോ വർഷങ്ങൾ ഓഫീസിലും അധികാരികൾക്കും ഓഫീസേഴ്സിന് ഈശ്വരീയ സന്ദേശം കൊടുക്കുന്നതിന് നിമിത്തമായി മാറി. കേവലം ഈ വിശ്വവിദ്യാലയം എന്ന വാക്ക്, യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്ക്, ഇതിൻ്റെ പേരിൽ തന്നെ ധാരാളം സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. इनका बाह्य रूप से सांसारिक मामले जैसा होता है, परंतु इनके अंतर्गत कई आत्माओं का कल्याण समाया होता है. നമുക്ക് തോന്നും, ഒരു കാര്യം, ഒരു ചെറിയ വിഷയം, ഇതിനു വേണ്ടി എത്രയാണ് നമുക്ക് കയറി ഇറങ്ങേണ്ടി വരുന്നത്, എത്ര പേരുടെ പിന്നാലെ നടക്കേണ്ടി വരുന്നത്. പക്ഷേ ബാബ പറയുന്നത് എന്താണ്? അത്രയും ആത്മാക്കളുടെ മംഗളം ഉണ്ടാക്കണം. നിങ്ങൾ എത്ര പേരെ മീറ്റ് ചെയ്യുന്നു, എത്ര പേരോട് ഇതിനെക്കുറിച്ച് പറയുന്നു, അത്രയും പേർക്ക് ബാബയുടെ സന്ദേശം കൊടുക്കണം. മംഗളമാണ്. शिव बाबा के अवतरण तथा पवित्र भव योगी भव का संदेश देने का जो कार्य है. അപ്പോൾ ബ്രഹ്മബാബ എന്താ പറഞ്ഞിരുന്നത്? നോക്കൂ മക്കളെ, ശിവ അവതരണത്തെക്കുറിച്ചും പവിത്ര ഭവ യോഗി ഭവ സന്ദേശം നൽകുന്ന കാര്യത്തിന് ये बातें यदि किसी दृष्टिकोण से बाधक मालूम होती है तो दूसरे दृष्टिकोण से सहायक भी होती है, क्योंकि अगर ऐसी बातें सामने न आए तो शायद उन व्यक्तियों तक ईश्वरीय निमंत्रण भी नहीं पहुंचा सकेंगे. അപ്പോൾ ബാബ പറയും, സാരമില്ല മക്കളെ, കാര്യം നിങ്ങളുടെ കുറച്ച് വൈകിയാലും അതിൻ്റെ പേരിലല്ലേ നിങ്ങൾ ഈ ഓഫീസർമാരുടെയൊക്കെ അടുത്ത് പോകാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ ഈശ്വരീയ സന്ദേശം കൊടുക്കും? എന്തുകൊണ്ട് വിശ്വവിദ്യാലയം എന്ന് പറയുന്നു? അപ്പോൾ ഇത് വിശ്വത്തിൽ മുഴുവനുണ്ട്, വിദ്യാലയമാണ്. എന്തുകൊണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയം? അപ്പോൾ ഇത് ഈശ്വരനാൽ അവതരിക്കപ്പെട്ട് നടക്കുന്ന വിദ്യാലയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതിലൂടെ ബാബ പറഞ്ഞിരുന്നു, മക്കളെ ഇത്രയും വലിയ ഓഫീസർമാരുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈശ്വരീയ സന്ദേശം കൊടുക്കും? അതിനാണ് ഈ സമസ്യ വന്നു ചേർന്നത്. നോക്കൂ, ബാബ അതിനെ ഒരു സമസ്യയായിട്ടോ അല്ലെങ്കിൽ യജ്ഞത്തിന് മുന്നിൽ വന്നൊരു വിഘ്നമായിട്ടോ കണ്ടിട്ടില്ല. ബാബയ്ക്ക് അതും എന്താണ്? തൻ്റെ മക്കൾക്ക് സന്ദേശം കൊടുക്കാനുള്ള ഒരു ഉപാധിയായി, നിമിത്തായിട്ട്. അതിലും മംഗളവും സേവനവുമാണ് ബാബ കാണുന്നത്. അതുകൊണ്ട് ബാബ ഒരു അവ്യക്ത മുരളിയിൽ സമയത്ത് ഓർമ്മ വരുന്നത്, ഒരു അവ്യക്ത മഹാവാക്യത്തിൽ ബാബ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ എന്ത് സംഭവം ഉണ്ടായാലും അതിൻ്റെ പിന്നിലൊരു മംഗളവും ഉണ്ടാവും, ഒരു സേവനവും ഉണ്ടാവും. രണ്ട് കാര്യം. ഏത് മംഗളത്തിൽ മംഗളവും ഉണ്ടാവും, സേവനവും ഉണ്ടാവും. ഇത് നമ്മളെല്ലാവരും എപ്പോഴും ഓർമ്മിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കും
അല്ലേ, വീട്ടിലാണെങ്കിലും ബാബ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഇതുപോലെ വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ് ഓഫീസിലാണെങ്കിലും ചിലപ്പോൾ രാജ്യം ഭരിക്കുന്നവരുടെ അടുത്താണെങ്കിലും അല്ലേ, ചിലപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്തെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അവരുടെ പിന്നാലെ ഇരിക്കും ചിലപ്പോൾ പലതവണ പോകേണ്ടി വരിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നടത്താൻ വേണ്ടി. പക്ഷേ ബാബ പറയുന്നത് എത്ര തവണ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വ്യക്തികളെ കാണുക, ഒരാവശ്യം നേടിയെടുക്കാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ മടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം ബാബ. അതിനെ എന്തായിട്ട് എടുക്കുക? ഈശ്വരീയ സേവന സാധ്യതയായിട്ട്. എത്ര തവണ ഞാൻ പോണു, എത്ര തവണ അവരെ കാണുന്നു, എത്ര തവണ അവരോട് സംസാരിക്കുന്നു, അപ്പോഴെല്ലാം ബാബയുടെ എന്തെങ്കിലും സന്ദേശം കൊടുക്കാനാണ് ഞാൻ പോണത്. രണ്ടുമായി, കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, ഒപ്പം ബാബയുടെ എന്തെങ്കിലും സന്ദേശവും കൊടുക്കാനുള്ള അവസരങ്ങളായി നമ്മൾ ഓരോ കാര്യത്തെയും കാണാൻ വേണ്ടിയിട്ടുള്ള ബാബ പഠിപ്പിക്കുകയാണ്. അങ്ങനെയല്ലേ ബാബയുടെ മക്കളെല്ലാം ചെയ്യണത്? നിങ്ങളെല്ലാവരും രാവിലെ മുതൽ വൈകുന്നവരെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും കുടുംബത്തിലിരിക്കുമ്പോൾ സമൂഹത്തിലിരിക്കുമ്പോൾ പല ആൾക്കാരെയും കണ്ടുമുട്ടേണ്ടി വരും. പല കാര്യങ്ങൾക്ക് പല സ്ഥലത്ത് ഓടി നടക്കേണ്ടി വരും. ഒരേ കാര്യത്തിന് ഒരേ സ്ഥലത്ത് പലതവണ പോകേണ്ടി വരും. അപ്പോഴൊക്കെ ബാബ ഇന്ന് എന്താ തന്നിരിക്കുന്നത്? ഇന്നത്തെ പാഠം എന്താണ്? പലതവണ പോകേണ്ടി വന്നാലും, പലതവണ പല ആൾക്കാരെ കാണേണ്ടി വന്നാലും അവർക്കെല്ലാം ഈശ്വരീയ സന്ദേശം കൊടുക്കാനും കൂടി അവസരം ഉപയോഗിക്കുക. എൻ്റെ കാര്യം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ പോവുക അർത്ഥം ഒരു സേവയ്ക്കൂടെ ചാൻസ് കിട്ടാണ്. ആ രീതിയിൽ നമ്മളെവിടെ പോവുകയാണെങ്കിലും ബാബയുടെ സന്ദേശം കൊടുക്കുന്ന ഈശ്വരീയ സേവനത്തിൻ്റെ വിത്ത് വിതച്ചിട്ട് വേണം നമ്മൾ മക്കൾ തിരിച്ചു വരാൻ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ബാബ മക്കൾക്ക് ട്രെയിനിങ് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഈശ്വരീയ യജ്ഞം ഇത്രയും മുഴുവൻ വിശ്വത്തിൽ വ്യാപിക്കാനും നമ്മൾ ഓരോരുത്തരിലും വരെ ബാബയുടെ സന്ദേശം എത്താനുള്ള കാരണം അതാണ്. നമുക്ക് മുന്നിൽ കടന്നുപോയ നമ്മുടെ മുൻ തലമുറകൾ, ബാബയുടെ മക്കൾ ഇപ്രകാരം സേവനം ചെയ്തതുകൊണ്ടാണ്. बाबा कहते हैं चूँकि संसार के लोग शिव बाबा और उसके कार्य को नहीं पहचानते. ബാബ ചില സമയത്ത് പറയും, മക്കളെ, ഈ ലോകത്തിലെ ആൾക്കാർക്ക് ശിവബാബയെയും ബാബയുടെ കാര്യത്തെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇസ്ലിയെ ബഹുത് ബാർ ആപ്കോ സഹयोग नहीं मिलेगा. അവർ മനസ്സിലാക്കാത്തത് കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് പലതവണ അവരുടെ അടുത്ത് പോകേണ്ടി വരിക, നിങ്ങൾക്കവർ സഹയോഗം തരുന്നുണ്ടാവില്ല. और उनमें से अनेक लोग आपके काम में रुकावट पैदा करने की भी कोशिश करेंगे. ചിലർ സഹയോഗം തരില്ല, ചിലരെന്ത് ചെയ്യും? തടസ്സങ്ങളും സൃഷ്ടിക്കും നിങ്ങൾക്ക്. ആപ്കോ ചെയ്യേ കി ഇസെ ഡ്രാമ കി നൂന്ത് മാൻകർ. എന്താണെങ്കിലും ബാബ പറയണേ, സഹയോഗം തരാതിരുന്നാലും ഇനി ബാബയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും നിമിത്തമായിട്ട് വിഘ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അപ്പോഴൊക്കെ ഓർമ്മിക്കണം എന്ന് പറയണം ബാബ. എന്തോർമ്മിക്കണം? ഡ്രാമയിൽ ഇതും അടങ്ങിയതാണ്. ഡ്രാമയിൽ അടങ്ങിയതാണ് ഇത്. അവരോട് നമുക്ക് ദേഷ്യം തോന്നണ്ട. ബാബ എന്താ പറഞ്ഞേ? ഇത് ഡ്രാമയിലടങ്ങിയ കാര്യമാണ്. സഫലത അസഫലത കാ ഖയാൽ ന കർത്തേ ഹുയേ. സഫലത കിട്ടിയോ അല്ലെങ്കിൽ കാര്യത്തിൽ അസഫലതയുണ്ടായോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാര്യകർത്തേ ചലേ. എന്താ പറയണേ ബാബ? നിങ്ങൾ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. സഫലത കിട്ടിയോ ഇല്ലയോ അല്ലേ? അല്ലാതെ സഫലത കിട്ടി പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും വേണ്ട, കിട്ടിയില്ല പറഞ്ഞ് നിരാശരാകുകയും വേണ്ട. ബാബ പറഞ്ഞ എന്താ? ലക്ഷ്യപ്രാപ്തിയിലെത്തും വരെ നിങ്ങൾ പ്രയത്നം ചെയ്തുകൊണ്ടേ പോകുക. ബാക്കി സഫലതയാണെങ്കിലും അസഫലതയാണെങ്കിലും ബാബയ്ക്ക് സമർപ്പിക്കുക. ഡ്രാമയുടെ ഭാവി എന്ന് മനസ്സിലാക്കുക. എന്ത് ഡ്രാമയിലുണ്ടായിരുന്നു അത് നടന്നു. പക്ഷേ ഡ്രാമ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യാതിരിക്കരുത്. അതാ പറഞ്ഞ ബാബ, ചെയ്തതിന് ശേഷം ഡ്രാമ എന്ന് പറഞ്ഞ് വിട്ടേക്കുക. റിസൾട്ട് വരുമ്പോൾ ഡ്രാമയായി ഉൾക്കൊള്ളുക. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും ഡ്രാമ എന്ന് പറയരുത്. കർമ്മം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബാബ പറഞ്ഞ സർവശക്തിവാൻ്റെ കൈ ഉപയോഗിച്ച് നമ്മൾ, ബാബ ഇടയ്ക്ക് പറയും, 20 നഖത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഫുൾ ഫോഴ്സിൽ അവരവരുടെ സമ്പൂർണ്ണ പൊട്ടൻഷ്യലിനെ കർമ്മത്തിൽ എപ്പോഴും ഉപയോഗിക്കുക.
ये शिव बाबा का कार्य तो होकर ही रहना है और इसमें निमित्त बनने के कारण आपको खुशी. പക്ഷേ ബ്രഹ്മ ബാബ ഇതും പറയുമായിരുന്നു, നോക്കൂ മക്കളെ, ശിവ് ബാബയുടെ കാര്യമാണിത്. ഈ യജ്ഞം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ യജ്ഞത്തിൽ ഏത് കാര്യത്തിന് വേണ്ടി താങ്കൾക്ക് നിമിത്തമാകാൻ കഴിയുന്നോ അതിൻ്റെ സന്തോഷം താങ്കൾക്കുണ്ടാവണം. ഭഗവാന്റെ ഇത്രയും വലിയ യജ്ഞത്തിൽ ഈ കാര്യത്തിന് ഭഗവാൻ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. और इसके फलस्वरूप സൗഭാഗ്യ പ്രാപ്ത होगा है. ഇതിൻ്റെ ഫലമായിട്ട് സൗഭാഗ്യവും ഉണ്ടാകും, സന്തോഷവും ഭാഗ്യത്തിൻ്റെ നിർമ്മാണവും നടക്കും. और एक समय ऐसा ही आएगा कि आपकी ये सभी बातें अधिकाधिक लोग की समझ में आने लगेगी. ബാബ നോക്കൂ, 50s ബാബ പറയുമായിരുന്നു, മക്കളെ 50കളിൽ തന്നെ 57, 58, 59 ആ കാലഘട്ടത്തിലെ കാര്യമാണല്ലോ ബ്രദർ ഷെയർ ചെയ്യണത്. അപ്പോൾ ആ സമയത്തെ ബാബ പറയുമായിരുന്നു, മക്കളെ മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ആൾക്കാർ നിങ്ങളുടെ ഈ കാര്യത്തെ കേൾക്കും, അംഗീകരിക്കും, മനസ്സിലാക്കും. वे इन ईश्वरीय कार्यों में सहयोग देने में अपना परम सौभाग्य मानेंगे. മനസ്സിലാക്കുന്ന ആൾക്കാർ ഈ കാര്യത്തിന്, ഈശ്വരീയ കാര്യത്തിന് സഹയോഗം നൽകും. അവർ മനസ്സിലാക്കും, ഈശ്വരീയ കാര്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും സഹയോഗം ചെയ്യാൻ കഴിഞ്ഞു, അർത്ഥം അതെൻ്റെ പരമമായ സൗഭാഗ്യമാണ്, പരമസൗഭാഗ്യമാണ് എൻ്റെ. ആ രീതിയിൽ അവരിതിനെ ഉൾക്കൊള്ളും. इस संस्था के इतिहास में जब ऐसे ऐसे किस्से होते थे तब उन विषयों को लेकर ईश्वरीय ज्ञान और भी अधिक स्पष्ट हो जाता था और बाबा से बहुत से अनमोल ज्ञान रतन मिल जाते थे. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ യജ്ഞത്തിന് മുന്നിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാബ ഈശ്വരീയ ജ്ഞാനത്തെ കൂടുതൽ സ്പഷ്ടമാക്കുമായിരുന്നു. ബാബയുടെ അടുത്തിരിക്കുമ്പോൾ വിലയേറിയ ജ്ഞാനരത്നങ്ങൾ അധികാധികം കിട്ടിക്കൊണ്ടുവന്നു. കാരണം എന്താ, എന്തെങ്കിലും ഒരു സമസ്യ വരുമ്പോൾ ആ സമസ്യയെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ബാബയുമായി ഡിസ്കസ് ചെയ്യാനുള്ള അവസരം കിട്ടുകയും, ജഗദീഷ് ഭായ് പറയണ അങ്ങനെയുള്ള അവസരങ്ങളിൽ ബാബ വിലയേറിയ ജ്ഞാനരത്നങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തിരുന്നു. इन मामलों के सामने आने से ज्ञान का एक नया अध्याय शुरू हो जाता था. അപ്പോൾ തോന്നുമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും സമസ്യകൾ മുന്നിൽ വരുമ്പോൾ ജ്ഞാനത്തിൻ്റെ ഒരു പുതിയ അധ്യായം തന്നെ ബാബ തുറന്നു തന്നതുപോലെ. और ईश्वरीय ज्ञान के अध्ययन में सदा उत्सुकता और दिलचस्पी बनी रहती थी. आज जब हम इनका भैसा പറയണേ, അപ്പോൾ ബാബ ജ്ഞാനം കൂടുതൽ കൂടുതൽ സ്പഷ്ടമാക്കുമ്പോൾ നമുക്ക് ബാബയുടെ ജ്ഞാനം കേൾക്കാൻ, പഠിക്കാനുള്ള ഉത്സുകത വർദ്ധിച്ചുകൊണ്ടിരുന്നു. ജ്ഞാനം ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു, ഹൃദയസ്പർശിയായിട്ട് മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവലോകനം നടത്തി നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, ईश्वरीय ज्ञान के विधि विधान में सैकड़ों मामलों का भी विशेष स्थान रहा और इनमें ईश्वरीय विश्वविद्यालय के स्वरूप में और निखार आता गया और ज्ञान की रूपरेखा यहाँ के विद्यार्थियों को भी खूब स्पष्ट होती गई है. ഇപ്രകാരം നൂറുകണക്കിനുള്ള വിഷയങ്ങൾ, സമസ്യകൾ, വിഘ്നങ്ങൾ യജ്ഞത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടാവും. ആ ഓരോ വിഘ്നങ്ങളും വരുന്ന സമയത്ത് ജ്ഞാനത്തിൻ്റെ രൂപരേഖ ബാബ മനസ്സിലാക്കി തരികയും ആ രൂപരേഖ ഉപയോഗിച്ച് കുട്ടികൾക്ക്, ഈശ്വരീയ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്പഷ്ടത ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. हम इस यूनिवर्सिटी शब्द के प्रयोग के उपरोक्त मामले को भी ले लेते तो ഈ ഒരൊറ്റ വിഷയം, യൂണിവേഴ്സിറ്റി എന്ന വാക്ക് അതിനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലയിൽ നിന്ന് വന്ന നോട്ടീസിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ और भी अधिक स्पष्ट हो गया कि यहाँ के पाठ्य विषय क्या है, उनका पाठ्यक्रम क्या है, इससे प्राप्ति क्या होती है. ആ സമയത്ത് ബാബ ജ്ഞാനം കൂടുതൽ സ്പഷ്ടമാക്കി.
ഇവിടെ ഏതെല്ലാം വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് കത്തെഴുതാൻ വേണ്ടിയിട്ട് ബാബ എല്ലാം സ്പഷ്ടമാക്കി തന്നു. എത്ര സബ്ജക്റ്റുകളുണ്ട് ഇവിടെ, ഇവിടുത്തെ സിലബസ് എന്താണ്, ഇവിടുത്തെ എയിം ഒബ്ജക്റ്റ് എന്താണ്. ഇപ്രകാരം ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേരിനെ നിലനിർത്തുന്നതിന് വേണ്ടി എങ്ങനെ മധുരമായ രീതിയിൽ ഈ പേരിനെ നമുക്ക് നിലനിർത്താം, അതിനുവേണ്ടി യൂണിവേഴ്സിറ്റിക്ക് എന്ത് ലെറ്റർ കൊടുക്കണം, ഇതെല്ലാം ബാബ സ്പഷ്ടമാക്കി തന്നു. പിന്നീട് ये भी तो मधुर है, यदि भी नाम में यूनिवर्सिटी शब्द प्रयोग करना निषिद्ध है, तथा भी उसकी व्याख्या करते हुए, इसका अनुवाद करते हुए यूनिवर्सिटी शब्द के प्रयोग पर भी किसी प्रकार का प्रतिबंध नहीं है. पुनश्च इस निमित्त कारण के യഥാർത്ഥത്തിൽ ബ്രദർ പറയുന്നത് വിശ്വ മുഴുവനുള്ള വിദ്യാലയം എന്നതിൻ്റെ പരിഭാഷയായിട്ട് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻഡിനോ അതിനോ ഇതിനോ അല്ലെങ്കിൽ ഇതിൻ്റെയൊന്നും പിന്നാലെ നമ്മൾ പോകുന്നില്ലല്ലോ. അപ്പം നമ്മൾ കേവലം അത് ഇംഗ്ലീഷ് വാക്കല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഈ ഒരു സമസ്യ നിമിത്തം ഉണ്ടായ മംഗളം എന്താണ്? അനേക ആത്മാക്കൾക്ക് ഈശ്വരീയ സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അനേകം ആത്മാക്കൾ ബാബയുടെ കാര്യത്തിൽ സഹയോഗിയുമായി. അതിലൂടെ ബാബയുടെ കാര്യം പല വിഷയങ്ങളിലും അവരുടെയൊക്കെ സഹയോഗം ലഭിക്കാനും തുടങ്ങി. അപ്പോൾ ഈ മംഗളമാണ് അതിലൂടെ വന്നതൊരു പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്തായി? അനേക ആത്മാക്കൾക്ക് ബാബയുടെ സന്ദേശം കൊടുക്കാനും സർക്കാർ അധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ പല ആത്മാക്കളും യജ്ഞവുമായി അടുത്തു. അവർ പല കാര്യങ്ങളിൽ യജ്ഞത്തിന് പിന്നീട് സഹയോഗികളായി മാറി. ഓം ശാന്തി. നോക്കൂ, ബാബ അല്ല, ഓരോ സമസ്യകൾക്കും പിന്നിൽ, ഓരോ അമംഗളത്തിനും പിന്നിലെ മംഗളവും സേവനവും എങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു, ചെയ്യിപ്പിച്ചു എന്ന് അല്ലേ. ഇന്നത്തെ പാഠം എന്താ നമുക്ക് കിട്ടിയത്? ഏത് സാഹചര്യത്തിലൂടെ ക്രോസ് ചെയ്യേണ്ടി വരുമ്പോഴും പരിഭ്രമിക്കേണ്ട. എന്താ പറഞ്ഞ ബാബ? ഡ്രാമയിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്, പക്ഷേ ഏത് വിഷയം വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മ വേണം, എല്ലാറ്റിലും ഒരു മംഗളവും ഉണ്ടാവും, സേവനവും ഉണ്ടാവും. നമ്മൾ നമ്മുടെ പരിശ്രമം അവസാന ശ്വാസം വരെ വിടാതെ ചെയ്തുകൊണ്ടിരിക്കും. ഓം ശാന്തി. बाबा वाह वाह बाबा वाह वाह बाबा वाह वाह बाबा 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 चुन चुन के मोती बनाई है माला, नैनों में अपने है हमको संभाला। चुन चुन के मोती बनाई है माला, नैनों में अपने है हमको संभाला। पलकों में प्रभु के है पाए पन्हा, पलकों में प्रभु के है पाए पन्हा। वाह बाबा वाह वाह बाबा वाह वाह बाबा वाह वाह बाबा 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 वाह
आकर के शक